ജാനകി ഭാഗം 2. ദിവസങ്ങൾ ഓടിമറിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ആരോ കെട്ടിയാടിക്കുന്ന ഒരു പാവയെപ്പോലെ എന്റെ ജീവിതം മാറിത്തീർന്നു. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഏട്ടന് എന്നോടുള്ള മനോഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നാൽ വെറുപ്പാണോ? അതുമില്ല. ജാനി, എന്റെ ഈ ഷർട്ടൊന്ന് തേച്ചു വെച്ചേക്ക്. ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് അദ്ദേഹം. കട്ടിലിലിരുന്ന ഷർട്ട് ഞാൻ തേച്ചു മിനുക്കി. ബാക്കി സാധനങ്ങളും ഒരുക്കി വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ബ്രേക്ക്ഫാസ്റ്റും ചോറ്റുപാത്രവും റെഡിയാക്കി. അദ്ദേഹം ഭക്ഷണം കഴിച്ച് യാത്ര പറഞ്ഞു പോകുന്നതുവരെ കൂടെ നിന്നു. റൂമിൽ പാട്ട് കേട്ടിരിക്കുന്ന അമ്മയെ ഒന്ന് നോക്കി ബാക്കി പണികൾ വേഗം തീർത്തു. അമ്മേ, ഞാൻ ലൈബ്രറിയിൽ പോകുക. മറുപടിയൊന്നും വന്നില്ല. ഞാൻ അത് പ്രതീക്ഷിക്കുന്നുമില്ല. നേരെ ലൈബ്രറിയിലേക്ക് നടന്നു. ഇപ്പോൾ ആകെ സമാധാനം കിട്ടുന്നത് അവിടെ ഇരിക്കുമ്പോഴാണ്. തിരികെ വന്നപ്പോൾ വീടിനു മുന്നിൽ ഏട്ടന്റെ വണ്ടി. നീ എവിടെയായിരുന്നു ജാനി? ഞാൻ ലൈബ്രറിയിൽ പോയതായിരുന്നു. ഇന്നെന്താ ഇത്ര നേരത്തെ? ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു. വല്ലാത്തൊരു ക്ഷീണം. നീ കുറച്ച് കഞ്ഞി എടുത്തു വെക്ക്. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അമ്മ കഴിച്ചോ? അമ്മ കഴിച്ചു ഉറങ്ങിയിട്ടുണ്ടാവും. പാത്രത്തിലേക്ക് കഞ്ഞി വിളമ്പുന്നതിനിടെ ഞാൻ പറഞ്ഞു, നീ ഇരിക്കുന്നില്ലേ? ദാ വരുന്നു. ഞാനും കുറച്ച് ചോറെടുത്ത് അദ്ദേഹത്തിനൊപ്പം ഇരുന്നു. കഴിച്ചു കഴിഞ്ഞ് വേഗം റൂമിലേക്ക് വാ. അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഏട്ടൻ ബെഡിൽ കിടക്കുകയാണ്. ഉച്ചയ്ക്കൊന്ന് മയങ്ങുന്ന ശീലമുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അരികിൽ ചേർന്ന് ഞാനും കിടന്നു. ഉറക്കം കണ്ണുകളെ മൂടാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു കൈ എന്നെ ചേർത്തു പിടിച്ചു. ചുംബനങ്ങൾ കൊണ്ട് എന്നെ പൊതിയുന്നു. പതിവ് പോലെ വീണ്ടും നിസ്സംഗത. അദ്ദേഹത്തിനു വേണ്ടി ചലിക്കുന്ന എന്റെ ശരീരം, പ്രണയത്തിന്റെ പുലമ്പലുകൾ കേൾക്കുന്ന ചെവികൾ, എല്ലാം ആരോ പണി ഏൽപ്പിച്ചതുപോലെ മാത്രം. ഇതിനെല്ലാം ഉപരി മരവിച്ചു കിടക്കുന്ന ഞാനും എന്റെ മനസ്സും. ക്ഷീണത്താൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വേദനിപ്പിച്ചിട്ടില്ല. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന പോലൊരു ഭർത്താവ്. പക്ഷേ എനിക്ക് മാത്രം ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം. സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ല. അഡ്മിറ്റാകാൻ പറഞ്ഞ ദിവസം വന്നാൽ മതി. അതിനു മുന്നേ വേദന വരികയാണെങ്കിൽ ഉടനെ കൊണ്ടുവരണമട്ടോ. ഡോക്ടറോട് യാത്ര പറഞ്ഞ് തന്നെ ചേർത്ത് പിടിച്ച് നടക്കുന്ന അദ്ദേഹത്തിനൊപ്പം ഞാൻ നടന്നു. ഇന്ന് ഞാൻ 9 മാസം ഗർഭിണിയാണ്. ഇതിൽ ഞാൻ സന്തോഷവതിയാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും അമ്മയാകുന്നതും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ ഒരുപാട് കരുതുന്നു. എന്റെ അവസ്ഥ തുറന്നു പറഞ്ഞിട്ടും അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അദ്ദേഹം കാര്യമാക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എനിക്ക് കടുത്ത കുറ്റബോധം തോന്നും. അന്ന് എല്ലാം കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം. ഏത് ജീവിതത്തിലാണ് സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്നത്? എല്ലാ ജീവിതത്തിലും സങ്കടവും സന്തോഷവും കലഹങ്ങളും ഉണ്ടാകും. എല്ലാവരും അതിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ലേ? ഞാനും അങ്ങനെ തന്നെ. എനിക്കിന്ന് ഒരു മകനുണ്ട്. അവന് ഏട്ടനെപ്പോലെ തന്നെയുണ്ടെന്ന് എല്ലാവരും പറയും. മകനെ താഴെ വെക്കാതെ എടുത്തു നടക്കുകയാണ് ഏട്ടൻ. എന്നെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തോട് എനിക്ക് ബഹുമാനമാണ്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ, എന്നെ നന്നായി നോക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഒരു പങ്കാളി എന്ന നിലയിൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ എനിക്കായില്ല. എന്നെ സൃഷ്ടിച്ചതിലെ പിഴവാകാമിത്. സാധാരണ ഒരു പെണ്ണായല്ല ഞാൻ ജനിച്ചത്. അതിൽ എന്റെ സൃഷ്ടാവിനെ മാത്രമേ എനിക്ക് പഴിചാരാൻ കഴിയൂ. ഇന്ന് എന്റെ മകന്റെ വിവാഹമാണ്. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ വരിക്കുകയാണ്. മകനെ അനുഗ്രഹിക്കുമ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ സ്പർശം എനിക്ക് അസഹ്യമാണ്. പക്ഷെ ഞാൻ ആ നിമിഷങ്ങളെ അതിജീവിക്കുന്നു. ഒരു സമസ്യ പോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നിൽ വീർപ്പുമുട്ടുന്നുണ്ട്. എന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിഞ്ഞിട്ടും ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന ഒരുപാട് ജന്മങ്ങൾ എന്നെപ്പോലെ ഉണ്ടാകും. സ്രഷ്ടാവേ, ഇനിയൊരു ജന്മം എനിക്ക് നൽകുകയാണെങ്കിൽ എന്റെ താല്പര്യങ്ങൾക്കൊപ്പം ജീവിക്കാൻ, എനിക്ക് വേണ്ട ജീവിതം സ്വയം തിരഞ്ഞെടുക്കാൻ കരുത്തുള്ളവളായി എന്നെ നീ സൃഷ്ടിക്കണമേ. ശുഭം.